തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ മേൽക്കോയ്മ തുടരുകയാണ് UDF ലക്ഷ്യം. എന്നാൽ ഈ ആധിപത്യത്തിലും ജില്ലയിൽ UDF സംവിധാനമില്ലാത്ത പഞ്ചായത്തുകൾ ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ലീഗും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്ന പൊന്മുണ്ടം പഞ്ചായത്തിലേക്കാണ് ഇന്ന്. കബീറ, ഇനിയിപ്പോ അങ്ങനെ ഓഫീസിലിരിക്കാനൊന്നും ടൈം കിട്ടൂല കേട്ടോ. ഇലക്ഷൻ വരികയാണ്, ഇങ്ങനെ ഓട്ടായിരിക്കും. ഇനിയല്ലേ മോനെ ബുക്കാറ് തുടങ്ങുക. തെരഞ്ഞെടുപ്പല്ലേ, എന്തൊക്കെ എഴുതണം, എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം. മലപ്പുറത്ത് പറ്റി നോക്കുമ്പോ ഞാൻ നോക്കിയേ, മൊത്തം ചിത്രത്തില് ആകെ ഉള്ളതെന്നൊരു വ്യത്യാസം മലപ്പുറത്ത് UDF സംബന്ധിച്ച് 94-ൽ 68 ഗ്രാമപഞ്ചായത്തില്, ഇനി നഗരസഭയിൽ 12-ൽ 9. ഭയങ്കര ലീഡുണ്ട്. അതെ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നോക്കിയാൽ മതി. ലീഗ് തന്നെ മലപ്പുറം ജില്ലയിലും മേൽക്കൈമയിലുള്ളത്. ഇപ്പം ജില്ലാ പഞ്ചായത്തിലേക്ക് 32 ഡിവിഷനുകളുണ്ട്. അതിൽ നോക്കിയാൽ 27 UDF-നാണ്. തന്നെ മനസ്സിലാവും. 15-ൽ 12ഓളം ലീഗിന്റെ സീറ്റുകൾ, അല്ലെ UDF-ന്റെ സീറ്റുകൾ ലീഗ് തന്നെ മേൽക്കൈ ചെയ്യുന്നു. അതുപോലുള്ള ഗ്രാമപഞ്ചായത്തുകൾ, അവരുടെ കണക്കിൽ നോക്കുകയാണെങ്കിൽ 94 ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 70-നടുത്ത് ലീഗ് തന്നെ മേൽക്കൈമുള്ള UDF-ന്റെ സീറ്റുകളാണ് ഉള്ളത്. പക്ഷേ നമുക്ക് അങ്ങനെ അങ്ങ് തീർത്ത് പറയാനും പറ്റില്ല. അതിലും എതിരഭിപ്രായമുള്ള ചില പഞ്ചായത്തുകൾ നമുക്ക് മുമ്പിലുണ്ട്. UDF-ലൊരു അനൈക്യമായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഈ പൊന്മുണ്ടം പഞ്ചായത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗാണ് അവിടെ എതിർ കക്ഷികൾ പോലും ഇല്ലാതെ ഭരിക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പഞ്ചായത്ത് ഇല്ല, പൊന്മുണ്ടാണ്. എപ്പോഴും ഒരു വ്യത്യസ്തമായിട്ടാണ് അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. മുകൾ തട്ടിലേക്ക് ഈ ചർച്ചകൾ വരുമ്പോൾ എന്താണ്, അവർക്കും അത് പരിഹരിക്കാതെ പലപ്പോഴും നിൽക്കുന്നത്. അതൊരു വിഷയമായിട്ട് എപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് തന്നെ തുടങ്ങട്ടെ. പൊന്മുണ്ടം പഞ്ചായത്തിലൊന്ന് പോകണം. ലീഗും കോൺഗ്രസും ഒരു നിലയ്ക്കും അടുക്കുന്നില്ല എന്നാ പറയുന്നത്. എന്താ അവിടുത്തെ സ്ഥിതി? അവിടെ പോയി തന്നെ ഒന്ന് നോക്കണം. ലീഗ് അതുമായി ബന്ധപ്പെട്ട് പിന്നെ അഭിമാനത്തോടു കൂടി തന്നെ, അന്തസ്സോടു കൂടി തന്നെ ഞങ്ങൾ ഈ ഇലക്ഷനിൽ നേരിടും. അപ്പോൾ പൊന്മുണ്ടത്തെ ലീഗ് നയം വ്യക്തമാക്കി കഴിഞ്ഞു. ചർച്ചകൾ ധാരണയിലെത്തിയില്ലെങ്കിൽ ഇത്തവണയും ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കും. പൊന്മുണ്ടം പഞ്ചായത്തിൽ ലീഗും കോൺഗ്രസും പരസ്പരം പോരടിക്കുന്നതാണ് ചരിത്രം. അത് ഇത്തവണയും ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. നിലപാടിൽ നിന്ന് പിറകോട്ടില്ലെന്ന് കോൺഗ്രസും വ്യക്തമാക്കി കഴിഞ്ഞു. പൊന്മുണ്ടത്തെ പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യം അറിയാവുന്നവർക്കറിയാം. നേരത്തെ മുതൽ തന്നെ ഒരു UDF സഖ്യം ഔദ്യോഗികമായി ഇവിടെ നിലവിലില്ല. പതിറ്റാണ്ടുകളായി തന്നെ അങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. അപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ളത് എല്ലാ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലും ഇവിടെ ഒരു പതിവുള്ള കാര്യം തന്നെയാണ്. CPM-നെ ഉൾപ്പെടെ കൂടെ കൂട്ടി മുന്നണി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് എന്ന അഭ്യൂഹങ്ങൾ പരക്കുമ്പോൾ കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന് CPM-ഉം നിലപാട് അറിയിച്ചു കഴിഞ്ഞു. കോൺഗ്രസുമായിട്ടുള്ള യാതൊരു സഖ്യത്തിനോ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ പൊതുസമൂഹമുണ്ട്, ഞങ്ങളെ സഹായിക്കുന്ന സമൂഹമുണ്ട്. ആ സമൂഹത്തെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 15 വർഷമായി മുസ്ലിം ലീഗാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ആകെയുള്ള 16 സീറ്റിൽ 12 ലീഗും 4-ൽ കോൺഗ്രസുമാണ്. ഇത്തവണ 2 വാർഡുകളാണ് അധികമായി കൂടിയത്. UDF സഖ്യമായി മത്സരിക്കണമെങ്കിൽ 9 സീറ്റുകളും 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനവുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇതിന് വഴങ്ങാനാകില്ലെന്ന ലീഗും. അങ്ങനെയാണെങ്കിൽ പരമാവധി എല്ലായിടത്തും UDF സഖ്യത്തിലാണ് മത്സരിക്കുക എന്ന ലീഗ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും നേർക്കുനേർ പോരാട്ടം പൊന്മുണ്ടം പഞ്ചായത്തിൽ ആവർത്തിക്കുമെന്ന് തന്നെയാണ് സൂചന. അപ്പോൾ അങ്ങനെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഐക്യം പൊന്മുണ്ടം പഞ്ചായത്തിൽ ഇല്ല. തൊട്ടപ്പുറത്തെ പഞ്ചായത്തിൽ പോലും കോൺഗ്രസും ലീഗ് പ്രവർത്തകർ തോളോട് തോൾ നേർ നടക്കുമ്പോൾ പൊന്മുണ്ടത്ത് നേർക്കുനേർ പോരാടുകയാണ്. അത് ഇപ്പോഴെന്നല്ല, പണ്ട് മുതലേ അങ്ങനെയാണ്, ഇന്നും തുടരുകയുമാണ്.